സഹായവും കരുതലും നാം ദൈവത്തിങ്കിൽ നിന്ന് എപ്പോഴും പ്രതീക്ഷിക്കുന്നു. പലപ്പോഴും മനുഷ്യരെന്ന നിലയിൽ സ്വന്തമായി നിലനിൽക്കുവാനും ജയം നേടുവാനും നമുക്ക് കഴിയാത്ത ഒത്തിരി സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെയുള്ള നിർണായക ഘട്ടങ്ങൾ കടന്നു വരുമ്പോൾ യെശയ്യാപ്രവചനം 41 അധ്യായം അതിൻ്റെ 10 വാക്യം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. യെശയ്യാപ്രവചനം 41:14. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല. എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോട് യഹോവ അരുളിച്ചെയ്യുന്നു. അതെ, ജീവിതത്തിൽ ഉറപ്പുണ്ട് എന്ന് തോന്നുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മളുടെ മുമ്പിൽ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷമായി എന്ന് വന്നേക്കാം. അതെ, നാം അവിടെ വായിച്ചത് ഇങ്ങനെയാണ്: പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല. ഉറപ്പുള്ള പർവ്വതങ്ങൾ, വലിപ്പമുള്ള പർവ്വതങ്ങൾ, ഉറപ്പുള്ള കുന്നുകൾ, നമ്മൾക്ക് കയറി എത്തിപ്പിടിക്കുവാൻ കഴിയാത്ത കുന്നുകൾ, അതൊക്കെ ജീവിതത്തിലെ താഴ്ച ഉയർച്ച സമയങ്ങളിൽ മാറിപ്പോയി എന്ന് വന്നേക്കാം. വാക്കു പറഞ്ഞവർ പലരും ഒഴിഞ്ഞു മാറി എന്നും വന്നേക്കാം. എന്നാൽ ദൈവവചനം പറയുകയാണ്, അതൊക്കെ മാറിപ്പോയാലും ഞാൻ നിന്നോട് കൂടെയിരിക്കും. നിർണായകമാകുന്ന ഘട്ടങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ മനുഷ്യരൊക്കെ നമ്മോട് ബൈ ബൈ പറഞ്ഞ് അവർ അകന്നു മാറുമ്പോൾ, അതെ, ദൈവവചനം പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെയിരിക്കും. പിന്നെയും മത്തായിയുടെ സുവിശേഷം 28 അധ്യായം അതിൻ്റെ 20 വാക്യം, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലുകൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, തകർച്ചകൾ, പരാജയങ്ങൾ, നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ, ഇവയൊക്കെ കടന്നു വരുമ്പോൾ ദൈവവചനം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്.